ഇങ്ങോട്ട് KCBയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് നമ്മളെ സാറ്. അപ്പോൾ സാറിന് എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ ഒരുവിധം നല്ല വർക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം കമ്പനിയുടെ പേരും അതിൻ്റെ ബ്രാൻഡും അതിൻ്റെ വർക്കിൻ്റെ ഇതൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ, കാരണം അത് അറിയുന്ന ആളുകൾ എന്തായാലും അതിൽ നെഗറ്റീവ് കമൻറ്റ് വരും. അപ്പോൾ ആ കമൻറ്റുകളും വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ്. 10-14 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ വർക്ക് ഇപ്പോൾ ഇന്നത്തോടെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പടിഞ്ഞാറങ്ങാടി ഞങ്ങൾക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് ഇൻറ്റീരിയറിൻ്റെ വർക്കായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വർക്ക് ഞങ്ങൾക്ക് പടിഞ്ഞാറങ്ങാടി തന്നെ ഒരു വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളെ വർക്ക് പറഞ്ഞാൽ സീലിംഗ്, ഇലക്ട്രിക്കൽ, പുട്ടി, പെയിൻറ്റ് അങ്ങനെയുള്ള വർക്കാണ്. പിന്നെ ചുമര് 2 തൊട്ട് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് 2 തൊട്ട് പൊട്ടി. പിന്നെ ഒരു ബെഡ് കോട്ടിൻ്റെ ടൈപ്പിൽ വരുന്നൊരു ഇതാണ് വരുന്നത് സീലിങ്ങിൽ. പിന്നെ ഒരു ബോർഡർ വരുന്നുണ്ട്. പിന്നെ ചുമര് ഒരു തൊട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 2 തൊട്ട് പൊട്ടിയിട്ട് ഒരു തൊട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മാസ്റ്റർ പീസ് ഇവിടെ ഒരു സംഭവം ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 1 വാട്ട് സ്ട്രിപ്പ്, അതേപോലെ ഒരു 6 6 വാട്ടിൻ്റെ ലൂക്കറിൻ്റെ ലൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ചെയ്യണത് ലൂക്കറിൻ്റെ USA പ്രൊഡക്റ്റ് ലൂക്കറിൻ്റെ ലൈറ്റാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യണത്. ഞങ്ങൾ ഫുൾ വർക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും ബ്രാൻഡഡ് സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ ഇവിടെ ചെയ്തത് ലൂക്കറിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ മുകളിൽ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റൂഫ് അടിച്ചതാണ്. അതായത് ഡ്രസ്സ് അടിച്ചിട്ട് ഓടിട്ട ഒരു റൂമാണത്. അപ്പോൾ ആ റൂമിൽ നമ്മളിവിടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മളിവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മൾ വി ബോർഡിൽ സീലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബെഡ് കോട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ ജിപ്സത്തിലാണ് ഈ എക്സ്ട്രാ ഡിസൈൻ ചെയ്തത്. അതായത് ജിപ്സത്തിൻ്റെ ഈ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഫുൾ ലെയർ അടിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ജിപ്സ് അടിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ. അതേപോലെ ഇതൊക്കെ നമ്മൾ ജിപ്സാണ്. പിന്നെ ഇവിടെ നമ്മൾ വി ബോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ലയൻറ്റ് പറഞ്ഞാൽ വി ബോർഡ് മതി. കാരണം വെച്ചാൽ ഇപ്പോൾ ചൂട് കുറയ്ക്കണ മെറ്റീരിയൽ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് ഇൻസ്യൂ ബോർഡാണ്. അപ്പോൾ ഇവിടെ ഇൻസ്യൂ ബോർഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വി ബോർഡിലാണ് ഞങ്ങളിവിടെ സീലിംഗ് ചെയ്തത്. അപ്പോൾ ഇത് ഡ്രസ്സ് അടിച്ചിട്ട് ഓടിട്ട ഒരു ഏരിയയാണിത്. ഇവിടെ ഒരു വലിയൊരു റൂമുണ്ട്. പിന്നെ പുറത്തൊരു സിറ്റ് ഔട്ട് ഉണ്ട്. താഴെ ഞങ്ങൾ ഒരു ഹാളും പിന്നെ അതേപോലെ തന്നെ ഒരു ലിവിങ്ങും ഞങ്ങൾ ജിപ്സാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരുന്നത് ഇതാണ് ജിപ്സം. പക്ഷേ ജിപ്സത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജിപ്സല്ല വി ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് സമയത്ത് 100% ക്രാക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. 100% ക്രാക്ക് വീഴും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വർക്ക് എടുക്കാറ്. അപ്പോൾ ഒരു ചെറിയൊരു ലൈനിൽ എന്തായാലും ക്രാക്ക് വീഴും സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ വി ബോർഡാണ് ചെയ്തിരുന്നത് ഇവിടെ. പിന്നെ ഇവിടെ വരുന്നത് 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഹുക്കൊന്ന് എടുത്തെങ്കിൽ ഈ ഹുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഊഞ്ഞാലിനുള്ള ഹുക്കാണിത്. അപ്പോൾ ഇവിടെ ഇത് വി ബോർഡാണ്. പക്ഷേ നമ്മൾ ഇത് 100% ക്രാക്ക് വീഴും. പക്ഷേ പൊട്ടിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ഈസിയാണ് ഈ സിമെൻറ്റ് ഫൈബർ ബോർഡായ കാരണം. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ വി ബോർഡാണ് വരുന്നത്. താഴത്ത് 2 റൂം ജിപ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാറുണ്ട് ഇവിടെ. സാറിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോന്ന്? നമ്മളെ സാറിനെ ഉണ്ട് വർത്താനം പറയാം. ഇവിടെ സാറ് പോയോ? നമ്മളെ സാറ് KCBയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് നമ്മളെ സാറ്. അപ്പോൾ സാറിന് എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താ സാറേ? കാര്യമായിട്ട് പറയുന്നത് നമ്മൾ വർക്ക് കൊടുത്തു. ഇപ്പോൾ സാധാരണ ഇത്രയും യൂട്യൂബിലൊക്കെ ഉള്ളൊരു ടീമായിരിക്കുമ്പോൾ വർക്ക് എടുക്കും. ചിലപ്പോൾ ഒരു ദിവസം തുടങ്ങി വെച്ച് പിന്നെ വരില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു വർക്ക് എടുത്ത മുതൽ അവരുടെ പ്രശ്നം കൊണ്ട് ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ വർക്ക് തീർന്നു. പിന്നെ വർക്ക് പരമാവധി നന്നാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വി ബോർഡായാലും അതുപോലെ തന്നെ ജിപ്സം ബോർഡായാലും നമ്മൾ പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയുടെ സാധനം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് തൃപ്തരായിട്ട് പൂർത്തീകരിച്ചു. അതാണ് മെയിനായിട്ട് ഇവരെ കുറിച്ച് പറയാനുള്ളത്.
സാധാരണ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് പരിചയപ്പെടുന്ന ഒരു ടീം വന്നാൽ അവർ ചില ആളുകൾ വരുന്ന നമ്മുടെ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അതിന് ഫീസ് വാങ്ങുന്നതാണ് ഒരു ടീം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നല്ലൊരു വർക്കാണ്. അവിടെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ് അതിനനുസരിച്ചുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെന്ന് പറയാതെ പിന്നെ വർക്കിൻ്റെ പെർഫെക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളും പറയാം. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കൂടുതലും സാർ എന്താ പറഞ്ഞത് അതേപോലെയാണ് നമ്മളിവിടെ കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ വർക്ക് തീർത്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്, പിന്നെ 1 വാട്ട് ഉണ്ട്, 6 വാട്ട് ഉണ്ട്, സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. നമ്മൾ കൊടുത്ത മോഡലിനേക്കാളും അഡീഷണൽ നമ്മൾ ഒരു വേറൊരു മോഡലാണ് കൊടുത്തത്. ആ മോഡലിൽ അവിടെ ഹാങ്ങിങ് ലൈറ്റ് ഇല്ല. അപ്പോൾ അത് ബെഡ് ലാമ്പ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് വർക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സാറിൻ്റെ അഭിപ്രായം. റിട്ടയർഡ് KCBയിലെ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഷൊർണൂരായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ വിളിച്ചത്. സംഭവം ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. സാറും ഇതേപോലെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പം അങ്ങനെ വന്നു വർക്ക് ചെയ്തു. യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ ആ വർക്കിനെ കുറിച്ച് പറയുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ ഒരുവിധം നല്ല വർക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം കമ്പനിയുടെ പേരും അതിൻ്റെ ബ്രാൻഡും അതിൻ്റെ വർക്കിൻ്റെ ഇതൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ, കാരണം അത് അറിയുന്ന ആളുകൾ എന്തായാലും അതിൽ നെഗറ്റീവ് കമൻറ്റ് വരും. അപ്പോൾ ആ കമൻറ്റുകളും വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ്. 10-14 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ വർക്ക് ഇപ്പോൾ ഇന്നത്തോടെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ